നമസ്കാരം. ACB ന്യൂസിൻ്റെ എല്ലാ മാന്യപ്രേക്ഷകർക്കും ശുഭദിനത്തിലേക്ക് സ്വാഗതം. സംഗീതം മനുഷ്യ മനസ്സിന് ശാന്തതയും ഊർജ്ജസ്വലതയും വിഭാവനം ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് സംഗീതത്തെ നാം ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. ഇന്ന് ശുഭദിനത്തിൽ നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത് പ്രശസ്ത യുവ ഗായകൻ ശ്രീ സമീർ കെ തങ്ങൾ. സ്വാഗതം. ശരിക്കും ഈ സംഗീതം എന്ന് പറയുന്നത് എത്ര കേട്ടാലും നമ്മുടെ മനസ്സിന് മതിവരാത്തതാണ് സംഗീതം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് സംഗീതം എല്ലാവരും ഇഷ്ടപ്പെടുകയും ചെയ്യുന്നത്. അത് നാം ഏതൊക്കെ അവസ്ഥയിൽ ആയിരുന്നാലും. ശരിക്കും ആൽബം സോങ്ങിലൂടെയാണ് ശ്രീ സമീർ നമ്മുടെ ഈ സംഗീത മേഖലയിലേക്ക് വന്നത് എന്നുള്ളതാണ്. നമുക്കൊരു പാട്ടോടുകൂടി തന്നെ തുടങ്ങാമല്ലേ? തീർച്ചയായിട്ടും. നീ നേരത്തെ പറഞ്ഞതുപോലെ ഏതവസ്ഥയിലും ഒരു പാട്ടിലൂടെ കാര്യങ്ങൾ നടക്കുന്നതാണ് ഏറ്റവും നല്ലത്. ശരിക്കും മനുഷ്യ മനസ്സിൽ എത്ര വിഷമം ഉണ്ടെങ്കിലും ഒരു സംഗീതം കേട്ടാൽ മാറും. തീർച്ചയായിട്ടും. അതെ അതെ. നമുക്ക് എന്തെങ്കിലും ടെൻഷൻ വന്നാലും നമ്മൾ പാട്ട് കേൾക്കുകയോ അല്ലെങ്കിൽ പാടുകയോ ചെയ്ത് അതിൽ കുറച്ച് ടെൻഷൻ ഫ്രീ ആയി. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു പാട്ടിലൂടെ തന്നെ തുടങ്ങാം. നീർമിഴിപ്പീലിയിൽ നീർമണി തുളുമ്പി നീ എന്നരികിൽ നിന്നു കണ്ണുനീർ തുടയ്ക്കാതെ ഒന്നും പറയാതെ നിന്നു ഞാനും ഒരന്യനെ പോ വെറുമന്യനെ പോ. ശരിക്കും നമ്മളൊരു ശാന്തത അല്ലേ അനുഭവിക്കുന്നൊരു പാട്ടായിരുന്നു എന്നുള്ളതാണ്. ശരിക്കും എങ്ങനെയാണ് ഈ ആൽബത്തിലേക്ക് ഉള്ള വരവ്? ആൽബത്തിലേക്കുള്ള വരവെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് മ്യൂസിക് ഗ്രൂപ്പ് വാട്സപ്പ് ഗ്രൂപ്പിലൂടെയൊക്കെയാണ് ചാൻസ് കിട്ടിയത്. അപ്പോൾ അങ്ങനെ ഒരുപാട് ഗ്രൂപ്പിൽ കോഴിക്കോട്, തലശ്ശേരി, മലപ്പുറം അങ്ങനെയുള്ള ഓരോ ഗ്രൂപ്പിൽ നിന്ന് അതിൽ വഴി ഒരുപാട് പേരെ പരിചയപ്പെട്ടു. അങ്ങനെ നിസാർ വടകര എന്നുള്ള പുള്ളിയെ പരിചയപ്പെട്ടു. അതിൻ്റെ രീതിയിൽ പിന്നെ പുള്ളിയായിട്ട് സംസാരിച്ചു. പുള്ളി എന്നെ ഇങ്ങോട്ടൊന്ന് പരിചയപ്പെട്ടു. ഞാൻ നിസാർ വടകരയാണ്. ഞാനിങ്ങനെ ഷാഫി, കൊല്ലം ഷാഫി, വടകര താജുദ്ദീൻ ഇങ്ങനെ ഇവിടെയൊക്കെ. അങ്ങനെ പുള്ളി നമുക്കൊരു പാട്ട് ചെയ്യാം, എൻ്റെ പാട്ടൊക്കെ ഇട്ട് അങ്ങനെ നമ്മൾ സംയുക്തമായിട്ട് ചെയ്തതാണ്. എൻ്റെ കൂടെ പാട്ടുണ്ട്. തീർച്ചയായിട്ടും മാപ്പിളപ്പാട്ടിലൂടെയാണ് തുടങ്ങുന്നത്. 10 വയസ്സിലൊക്കെ നമുക്ക് ഈ മാപ്പിളപ്പാട്ട് അന്നത്തെ കാസറ്റിലൂടെ നമ്മൾ കേട്ട് അന്ന് മുതൽ പാട്ടിനോട് വലിയ കമ്പമാണ്. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ സിനിമാ പാട്ടിലേക്ക് കടന്നു. പിന്നെ ഇന്ന് ഹിന്ദി, മലയാളം, തമിഴ് അങ്ങനെയുള്ള എല്ലാ പാട്ടുകളും ഇഷ്ടപ്പെട്ട് പാടിക്കൊണ്ടിരിക്കും. ആയിക്കോട്ടെ. മധുവർണ്ണ പൂവല്ലേ നറുനിലാ പൂമോളല്ലേ മധുരപാദീനേഴിൽ ലങ്കി മാറിയുന്നോളെ ലങ്കി മാറിയുന്നോളെ ലങ്കി മാറിയുന്നോളെ ലങ്കി മാറിയുന്നോളെ ലങ്കി മാറിയുന്നോളെ നിലവിലെ തിളക്കമായി വിരിയുന്ന മലരെ കരളിനെ കടലിനെ ഉണർത്തുന്ന കതിരെ മണിമുത്ത് വിതറുമ്പോൾ ചിരിക്കുന്ന സരസെ പൂമാരൻ നിനക്കീത അണയുന്നുണ്ടേ. ശരിക്കും മാപ്പിളപ്പാട്ടെന്ന് പറയുന്നത് ജനമനസ്സുകളുടെ ഹൃദയം കീഴടക്കിയ ഒരു സോങ് തന്നെയാണ്. വേദികളിൽ ഏറ്റവും കൂടുതൽ ആലപിച്ചിട്ടുണ്ടായിരുന്നത് മാപ്പിളപ്പാട്ടായിരുന്നോ ആദ്യ തുടക്കകാലങ്ങളിൽ? തുടക്കകാലം മാപ്പിളപ്പാട്ടായിരുന്നു. നമ്മുടെ തിരുവനന്തപുരത്ത് നടക്കുന്ന ഒരു പ്രോഗ്രാം VN കുട്ടി, അതിൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേണുഗോപാൽ സാറിനൊക്കെ അതിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ ഇഷൽ എന്ന ഒരു ഗ്രൂപ്പിലൂടെ മാപ്പിളപ്പാട്ടിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അതുപോലെ ഈ സ്കൂൾ കലോത്സവത്തിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടോ? അന്ന് അതിന് പ്രാധാന്യം ഇല്ലായിരുന്നു. അന്ന് ഒരു എന്താ പറയുക, ഒരു ചമ്മലൊക്കെയായിരുന്നു. ഒരു മുസ്ലിം ഫാമിലിയിൽ നിന്നാണ് കലാരംഗത്തേക്ക് വരുന്നത്. ശരിക്കും ചില ഫാമിലിയിൽ നിന്ന് ആ ഒരു അങ്ങനെ ഒരു കലയുടെ ലോകത്തേക്ക് എത്താനായിട്ട് കുറച്ചധികം ബുദ്ധിമുട്ടുകളുണ്ടായി. താങ്കൾക്ക് ആ ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായി? ഈ ഒരു കാര്യത്തിൽ ആ ബുദ്ധിമുട്ട് ഞാൻ അങ്ങ് വന്നിട്ട് തള്ളിക്കളഞ്ഞു. പക്ഷെ അങ്ങനെയൊന്നുമില്ല. എല്ലാവരും നല്ല പ്രോത്സാഹനമാണ്, പാട്ടിനോടൊക്കെ നല്ല പ്രോത്സാഹനമുണ്ട്. അല്ല, താങ്കളെ കണ്ടിട്ട് കുടുംബത്തിൽ നിന്ന് വേറെ ആരെങ്കിലും സംഗീതത്തിലേക്ക് വന്നിട്ടുണ്ടോ? എൻ്റെ മക്കളൊക്കെ പാടാറുണ്ട്. ഇതൊരു സ്കൂളിലൊക്കെ കലോത്സവങ്ങളൊക്കെ അവർ പങ്കെടുക്കുന്നുണ്ട്. ശരിക്കും നിങ്ങൾ ഈ താങ്കളെ സംബന്ധിച്ചിടത്തോളം ഈ പ്രേം നസീർ സുഹൃത്ത് സമിതിയുടെ പ്രേം സിംഗേഴ്സ്, അതെ, എന്താണ് ഈ പ്രേം സിംഗേഴ്സ്? പ്രേം നസീർ സുഹൃത്ത് സമിതി 25 വർഷമായിട്ടുള്ള നമ്മുടെ ഒരു സംഘടന. നസീർ സാറിൻ്റെ പേരുള്ള സംഘടന. ബാദുഷാക്കാണ് അതിൻ്റെ നയിക്കുന്നത്. പിന്നെ ഷാജാക്കെ ഉണ്ട് അതിൻ്റെ. അപ്പോൾ ആ ഒരു സംഘടനയ്ക്കകത്തൊരു പാട്ടിന് മുൻതൂക്കം കൊണ്ട് ഒരു 6-7 ഗായകന്മാരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സംഘടന പ്രേം സിംഗേഴ്സിൻ്റെ ഒരു ഗാനമേള. നമ്മുടെ എല്ലാ പ്രോഗ്രാം ഞങ്ങൾ ഈ
ഇത്രയും ആളുകൾ പാട്ട് അവതരിപ്പിക്കുന്നത്. നസീർ സാറിൻ്റെ ലേബലിലാണെങ്കിൽ പോലും നമ്മൾ മലയാളം, തമിഴ്, ഹിന്ദി എല്ലാ ടൈപ്പ് പാട്ട് പാടാറുണ്ട്. ആ സമിതിയുടെ പ്രോഗ്രാമിന് വേണ്ടി മാത്രമാണോ അതോ പുറത്തും ഗാനമേളകൾ ചെയ്യാറുണ്ടോ? സമിതിയുടെ അല്ല, പുറത്ത് ഞങ്ങൾ അല്ലാത്ത രീതിയിൽ ചെയ്യാറുണ്ട്. ഇപ്പം ഞാൻ ഷാജത്ത് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ രണ്ടും തമ്മിലാണ് ഇപ്പോൾ കൂടുതൽ പ്രോഗ്രാം ചെയ്യുന്നത് ഞങ്ങളുടെ കെയർ ഓഫിൽ. അതിനോട് നസീർ സാറിൻ്റെ ഇതിലും പങ്കെടുക്കാറുണ്ട്. അപ്പോൾ ഈ ഗാനമേളയിൽ പങ്കെടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞില്ല. അപ്പോൾ ഈ ആ ഗാനമേളയിൽ ഏറ്റവും കൂടുതൽ പാടുന്ന പാട്ട് ഏതാണ്? അങ്ങനെയല്ല, ഇപ്പോൾ നമ്മളിപ്പോൾ പൂജവെപ്പ് സമയത്ത് ഒരുപാട് ക്ഷേത്രങ്ങൾ സംബന്ധിച്ച് അവിടെയൊക്കെ നമ്മൾ ഡിവോഷണൽ, ഹിന്ദു ഡിവോഷണൽ സോങ്ങുകളാണ് പാടാറുള്ളത്. ഇപ്പോൾ ക്രിസ്മസ് സമയത്ത് ചർച്ചകൾ കേന്ദ്രീകരിച്ചുള്ള ക്രിസ്ത്യൻ പാട്ടുകൾ ഒരുപാട് പാടാറുണ്ട്. അപ്പോൾ നമുക്ക് ജനാധിപത്യ രീതിയിൽ ആദ്യം ഒരു ഹിന്ദു സോങ് ആയിക്കോട്ടെ അല്ലേ? കുടജാദ്രിയിൽ കുടികൊള്ളും മഹേശ്വരി ഗുണദായിനി സർവശുഭകാരിണി കാതര ഹൃദയ സരോവര നിറുകയിൽ ഉദയാങ്കുരമാകൂ മംഗളമന്ദസ്മിതം തൂകൂ. ശരിക്കും ഈ കുടജാദ്രിയിൽ എന്നുള്ള പാട്ട് നമ്മുടെ കെ ജയകുമാർ സാറിൻ്റെ എഴുതിയ പാട്ടാണ്. ദാസേട്ടൻ അത് മനോഹരമായിട്ട് പാടി. പക്ഷെ മറ്റ് പാട്ടുകളിൽ നിന്നുള്ളൊരു വ്യത്യാസം എന്ന് പറയുന്നത് പലപ്പോഴും ദേവി വർണ്ണനകൾ ശരീരവർണ്ണനകളാണ്, പക്ഷേ ഇത് പ്രകൃതി വർണ്ണനയാണ് ഈ പാട്ടിൻ്റെ ഏറ്റവും പ്രത്യേകത എന്നുള്ളതാണ്. അത് ഏറ്റവും ശരിക്കും ആ പാട്ട് ചിത്ര ചേച്ചിക്ക് വേണ്ടിയാണ് ചിട്ടപ്പെടുത്തിയത്. പക്ഷെ ആ പാട്ട് കേട്ടിട്ട് ദാസേട്ടൻ എനിക്ക് ഈ പാട്ട് പാടണമെന്ന് പറഞ്ഞ് അങ്ങനെ ഏറ്റെടുക്കുകയായിരുന്നു പാട്ട്. ജയകുമാർ സാർ നമ്മൾ ഈ പരിപാടിയിലൊക്കെ പങ്കെടുക്കാറുണ്ട്, മിക്ക പരിപാടിയിലും പങ്കെടുക്കാറുണ്ട്. അപ്പോൾ പുള്ളിയോടൊക്കെ ഈ പാട്ട് പാടാം. ഈ ആൽബം സോങ്ങിൽ പാടുക എന്ന് ഉള്ളത് മാത്രമല്ല, എഴുത്തുമുണ്ടല്ലോ. ആൽബം സോങ് എഴുതാറുമുണ്ട്. ഞാനും നമ്മുടെ എൻ്റെ ഡുവറ്റ് പാർട്ണറായിട്ടുള്ള വിജീന ഞങ്ങൾ തമ്മിൽ ഒന്ന് എഴുതി നോക്കി. കുഴപ്പമില്ലാത്തൊരു ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊന്ന് എഴുതണമെന്നുള്ള ഇതിലെങ്ങനെ എഴുതി. അതെ, അത് റിലീസായിരുന്നു. റിലീസായി. അപ്പോൾ അതിൻ്റെ 2 വരികൾ. കണ്ടിട്ടും കാണാതെ നീയകന്ന കാലം നിന്നിട്ടും മൗനമായി നീയകന്നു. ചിത്രീകരണമൊക്കെ എങ്ങനെയായിരുന്നു? ചിത്രീകരണം കോഴിക്കോടായിരുന്നു. കോഴിക്കോട് നിസ്സാർ വടകരയുടെ നേതൃത്വത്തിൽ അതിൻ്റെ ഡയറക്ഷൻ ആർട്ടിസ്റ്റുകളൊക്കെ പുള്ളി അത് ഞങ്ങൾ നോക്കില്ല. ഞങ്ങൾ പാട്ട് പാടി അയച്ചു കൊടുത്തു, ബാക്കി എല്ലാം പുള്ളി തന്നെയാണ് ചെയ്തത്. ആദ്യമായിട്ട് എങ്ങനെയാണ് ഈ ചാനലിലൊക്കെ ഒരു സംഗീതം ചെയ്യാൻ അവസരം ലഭിച്ചത്? ആദ്യമായിട്ട് എനിക്ക് ഏഷ്യാനെറ്റിൻ്റെ മുമ്പ് ഇടുന്നത് MG സാറിൻ്റെ സരിഗമ എന്ന പരിപാടി പങ്കെടുക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു. അന്ന് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. ആ സമയത്താണ് ഈ നേരത്തെ പറഞ്ഞ പോലെ നേറ്റിക്കര വാസുദേവ സാറിൻ്റെ ഒരു ചെറിയ കച്ചേരി പെർഫോം ചെയ്ത്. പെർഫോം ഒന്നുമില്ല, ചെറിയൊന്ന് തലകാണിക്കാൻ പറ്റി. പിന്നെ അതിനുശേഷം പിന്നെ കുറച്ച് കാലത്തേക്ക് ഇല്ലായിരുന്നു. പിന്നെ 2007 ജീവൻ TV-യിൽ ഒരു ദീപാവലി പ്രോഗ്രാമായിട്ട് ബന്ധപ്പെട്ടൊരു പാട്ട് പാടി. അത് തന്നെയാണ് ചാനൽ. പിന്നെ ഏഷ്യാനെറ്റിൽ സൂര്യ കൈരളിയിലൊക്കെ മാപ്പിള കുറേ പങ്കെടുത്തു, ഐഡിയ സ്റ്റാർ സിംഗർക്ക്, പക്ഷെ കിട്ടിയില്ല. ഈ കുട്ടികളാരെങ്കിലും ശിഷ്യപ്പെടാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടോ മാപ്പിളപ്പാട്ട് പഠിക്കാനും? അല്ല, ഈ ഗ്രൂപ്പിൽ പലരും ചോദിക്കാറുണ്ട് എങ്ങനെയാണ്. അപ്പോൾ ചില പാട്ടുകൾ സംശയം ചോദിക്കാറുണ്ട്, അതൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്. അല്ല, ശിഷ്യപ്പെട്ട് അങ്ങനെയൊന്നും വന്നിട്ടില്ല. സംഗീതം അഭ്യസിച്ചിട്ടുണ്ടോ? ഞാൻ പറഞ്ഞില്ല, അഭ്യസിച്ചു. കുറച്ച് 6 മാസം കർണാട്ടിക്. ഞാൻ ജയകുമാർ സാർ എന്ന് പറഞ്ഞില്ല, അമ്പലത്തിലുള്ള പുള്ളിയുടെ വീട്ടിൽ 2000-ലാണ്. കുറച്ച് ഒരു 8 മാസമൊക്കെ അത്രേ ഉള്ളൂ. പിന്നെ അത് നമുക്കൊരു ക്രിസ്ത്യൻ ദർശനം നമ്മളെ പെൻഡിങ് നിർത്തിയിരുന്നതാണ്. മുഖത്തിന്റെ തേരിലേറി പോകരുതേ, ലോകത്തിന്റെ വീതിയിൽ വീഴരുതേ, മോക്ഷത്തിന്റെ മാർഗം ഞാൻ തുറന്നു തരാ, സ്വർഗത്തിന്റെ തോണിയിൽ തുഴഞ്ഞു നീങ്ങ, അലയരുതേ ഉലയരുതേ, ദിശയറിയാതുഴലരുതേ, മോഹത്തിന്റെ തേരിലേറി പോകരുതേ, ലോകത്തിന്റെ വീതിയിൽ വീഴരുതേ. സമാധാനത്തിന്റെ ഒരു ഭക്തിയുടെ അന്തരീക്ഷം. ക്രിസ്ത്യൻ പാട്ടുകളൊക്കെ എപ്പോഴും ആ ഒരു എനിക്ക് കൂടുതൽ പാടാൻ ഇഷ്ടം ശരിക്കും ക്രിസ്ത്യൻ പാട്ടുകളാണ്. മെലഡി സോങ് പാടാറുണ്ട്, ഫാസ്റ്റ് നമ്പേഴ്സ് ഫാസ്റ്റും പാടാറുണ്ട്. രണ്ടും ഒരേപോലെ വഴങ്ങുന്ന. അതുപോലെ തന്നെ ഹിന്ദി, തമിഴ്, മലയാളം എല്ലാം. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാം കേൾക്കണം. ശരിക്കും എവിടെയൊക്കെയാണ് ഈ ഗാനമേള പ്രോഗ്രാം അവതരിപ്പിച്ചിട്ടുള്ളത്? കേരളത്തിനകത്തും പുറത്തും? കോഴിക്കോട്, മലപ്പുറം, ട്രിവാൻഡ്രം. കൂടുതൽ ട്രിവാൻഡ്രം തന്നെയാണ്. നമ്മൾ ഈ വേദികളിൽ പാടുന്ന സമയത്ത്
നമുക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ടാകും. നമ്മളിപ്പം പോകുന്ന വഴിക്കായാലും വേദികളിലായാലും ഒക്കെ ഒത്തിരി മറക്കാൻ കഴിയാത്ത അനുഭവങ്ങളുണ്ടാകും. അങ്ങനെ എന്തെങ്കിലും ഒരു അനുഭവം? മറക്കാൻ കഴിയാത്ത അനുഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബി എം കുട്ടി മാഷിൻ്റെ പേരിലുള്ള വിശൽ സാംസ്കാരിക സമിതി നടത്തുന്ന പ്രോഗ്രാം, അതൊരിക്കലും മറക്കാൻ കഴിയില്ല. അത്രയും മാപ്പിളപ്പാട്ടിൻ്റെ എല്ലാവരെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് നടക്കുന്നൊരു പ്രോഗ്രാമാണ്. ഈ വർഷം അത് വരുന്നുണ്ട്. അത് തന്നെയാണ് മറക്കാൻ പറ്റാത്ത ഏറ്റവും വലിയ. അല്ലാതെ ഇപ്പം വരുന്ന കാണികളുടെ ഇടയിൽ നിന്ന് എന്തെങ്കിലും ഇപ്പം അവർ ആവശ്യപ്പെടുന്ന ഒരു പാട്ട് അവരങ്ങനെ റിക്വസ്റ്റ് വരാറുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ റിക്വസ്റ്റ് വരുന്നത് ചലനം ചലനം എന്നത് സത്യൻ മാഷ് അഭിനയിച്ച കുറച്ച് ടഫായിട്ടുള്ള പാട്ടാണ്. അപ്പം ചലനം 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 മാനവ ജീവിത പരിണാമത്തിൻ മയൂര സന്ദേശം. ചലനം ചലനം ചലനം. ഒരു കാലഘട്ടത്തിൻ്റെ അല്ലേ ഇപ്പോഴും ആൾക്കാർക്ക് കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പാട്ടാണ് എന്നുള്ളതാണ്. പുതിയ പ്രോജക്റ്റൊക്കെ എന്താണ്? പുതിയ പ്രോജക്റ്റുകൾ അങ്ങനെയൊന്നുമില്ല, വരും, സ്വീകരിക്കും, അത്ര അങ്ങനെ. സിനിമയിൽ പിന്നണി ഗായകനാകാനുള്ള ശ്രമത്തിനിടയിലാണ്. അപ്പം അതിൻ്റെ ഏതെങ്കിലും ഒരു അവസരം കിട്ടിയാൽ അവസരങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അങ്ങോട്ട് ക്യാഷ് കൊടുത്ത് പാടാൻ ഞാൻ പറഞ്ഞ അതില്ല, കഴിവിനൊത്ത് അംഗീകാരം കിട്ടി മതി, ഇല്ലാതെ അങ്ങോട്ട് കൊടുത്തുള്ള ഒരു നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ കഴിവിൽ വിശ്വാസമുള്ളവർ മതി എന്ന രീതിയിൽ, ഇല്ലെങ്കിൽ അങ്ങനെ പോട്ടെ. പക്ഷേ ഇപ്പോഴത്തെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് എല്ലാവർക്കും അതെ സോഷ്യൽ മീഡിയ വന്നതോടുകൂടി എന്ത് കാര്യവും ഇങ്ങനെയും. എൻ്റെ സുഹൃത്താണ് ഇപ്പോൾ നമ്മുടെ മമ്മൂക്കയുടെ ചിത്രത്തിൽ നിലാപ്പൊങ്കൽ എന്ന് പാടിയ സിന്ധു ഡെൽസൺ, എൻ്റെ സുഹൃത്താണ്. ഞങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പിൽ 10 വർഷമായിട്ട് പാട്ട് പാടി കിടക്കുന്നത്. എന്നെ ഞെട്ടിച്ചുകൊണ്ടാണ് പുള്ളിക്കാരി ആ പാട്ട് എനിക്ക് അയച്ചു തന്നത്. റെക്കോർഡ് ചെയ്ത് എനിക്കാണ് ഫസ്റ്റ് അയച്ചത്. എന്നോട് പറഞ്ഞ് പുറത്തിറങ്ങിയത്. പക്ഷെ എനിക്കറിയില്ലായിരുന്നു. പിന്നീട് മമ്മൂട്ടിയുടെ ചിത്രകാരൻ എന്ന് പുള്ളി വൈറലാണ്. അപ്പോൾ അതുപോലെ നമുക്ക് ദൈവാനുഗ്രഹം കിട്ടിയാൽ അതൊരു പ്രാർത്ഥനയുള്ളൂ. എന്തായാലും ഈ ഫ്ലോറിൽ വന്നതുകൊണ്ട് തന്നെ താമസിയാതെ തന്നെ അല്ലേ അത് പ്രാവർത്തികമാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്തായാലും എങ്ങനെയാണ് ഈ ലളിത സംഗീതം, ലൈറ്റ് മ്യൂസിക് ഒക്കെ ചെയ്യാറുണ്ട്? ലൈറ്റ് മ്യൂസിക് ജയദേവ് സാറ്, വേണുഗോപാൽ സാറൊക്കെ പണ്ട് ദൂരദർശനിൽ പാടിയ കുറേ പാട്ടുകളൊക്കെ ഉണ്ട്. ഏതെങ്കിലും ഓർമ്മയുണ്ടോ? അത് പറയാം, ജയേട്ടൻ്റെ പാട്ട്. സ്മൃതി തൻ ചിറകിലേറി ഞാനും ഗ്രാമഭൂവിനണയുമ്പോൾ അരയാലും കുളവും ഈ കൽപ്പടവും പുനർജന്മമെനിക്കേകുന്നു. ഞാൻ എൻ്റെ ബാല്യത്തിൻ തീരത്ത് നിൽക്കുന്നു. ശരിക്കും ഈ ഒരു പാട്ട് എന്ന് പറയുന്നത് ദൂരദർശനിൽ അന്ന് ദൂരദർശന് മാത്രം ഉണ്ടായിരുന്ന ഒരു സമയമാണ്. പക്ഷെ ഇപ്പോഴും അവരുടെ അപൂർവ ശേഖരം എന്ന് പറഞ്ഞുകൊണ്ട് രാത്രികളിലൊക്കെ ഈ പാട്ട് പാട്ടിടാറുണ്ട്. ചിത്രചേച്ചി, വേണുഗോപാൽ സാർ, ബിജു നാരായണൻ, ഗൃഹാതുരത ഉണർത്തുന്ന പാട്ടുകളാണ്. അത് ഏത് കാലത്തും അതിജീവിക്കുന്ന, മറക്കാൻ കഴിയാത്ത പാട്ട്. അതെ. എന്തായാലും നമുക്കിനി ഒരു ഇത്രയും നേരം നമ്മൾ കുറച്ച് മെലഡി ഒക്കെ കേട്ടു. ഒരു തമിഴൂടെ തമിഴ് രാസാത്തി ഒന്ന് കാണാതെ നെഞ്ച് കാറ്റാടി പോലാടുത് പൊഴുതാകി പോച്ച് വിളക്കേന്തിയാച്ച് പൊന്മാന ഒന്ന് തേടുത്. രാസാത്തി ഒന്ന് കാണാതെ നെഞ്ച് കാറ്റാടി പോലാടുത്. ഈ പാട്ടും ഏറ്റവും പ്രശസ്തമായിട്ട് ജയേട്ടൻ്റെ തമിഴിലെ പാട്ടാണ്. ഇത് ശരിക്കും അദ്ദേഹത്തിൻ്റെ പാട്ടുകളാണ് കൂടുതൽ പാടുക? അല്ല, ഞാൻ ദാസേട്ടൻ്റെ പാട്ടുകളാണ്, ദാസേട്ടൻ്റെ പാട്ടുകൾ കൂടുതലും പാടാറുള്ളൂ. ഹിറ്റായിട്ടുള്ള ഒരു ആൽബം സോങ് കൂടെ ഒന്ന് പാടാം. ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ട നെഞ്ചിനുള്ളിൽ നീയാണ്, കണ്ണിൻ മുന്നിൽ നീയാണ്, കണ്ണടച്ച നീയാണ് ഫാത്തിമ, ഫാത്തിമ. എന്ന് പറഞ്ഞാൽ എല്ലാ കാമുകന്മാരെയും പാട്ടുകാരനാക്കിയത് ഈ പാട്ടെന്നാണ് ഒരു സാഹിത്യകാരൻ പറഞ്ഞത്. താജുദ്ദീൻ വടകരയായിട്ടൊക്കെ നമ്മൾ ഒരുമിച്ച് സ്റ്റേജ് പങ്കിട്ടിട്ടൊക്കെ. ഇപ്പോൾ ഈ സോഷ്യൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ സോഷ്യൽ മീഡിയ വന്നപ്പോഴേക്കും സംഗീതം, എഴുത്ത് ഇതെല്ലാം ആർക്കും എന്തും ചെയ്യാന്നുള്ളൊരു അവസ്ഥയിലേക്ക്. പക്ഷെ അപ്പോഴും നമ്മൾ ഈ ശുദ്ധ സംഗീതം എന്ന് പലരും പറയാറുണ്ട്. അങ്ങനെ ഒന്നുണ്ടോ? ശുദ്ധ സംഗീതമുണ്ട്. കാരണം ഞാൻ കൂടുതൽ ഇന്നത്തെ പാട്ടുകളോട് എനിക്ക് വലിയ താല്പര്യമില്ല.
ഈ പറഞ്ഞ 90s 80s, അത് മലയാളമായിരുന്നാലും തമിഴും ഹിന്ദി എല്ലാം ഞാൻ അതാണ് കൂടുതൽ ഫോളോ ചെയ്യുന്നത്. എനിക്ക് അത്തരം പാട്ടുകൾ പാടാനാണ് ഏറ്റവും ഇഷ്ടം. ഈ അടിച്ചുപൊളി പാട്ടുകളോട് എനിക്ക് അത്ര വലിയ, പിന്നെ ഇപ്പോൾ ലാലേട്ടൻ്റെ ഒക്കെ ഒരു കാലത്തുള്ള ശരത്കാല സന്ധ്യ അങ്ങനത്തെ പാട്ടുകളൊക്കെ ഇഷ്ടമാണ്. കൂടുതൽ ഇന്നത്തെ പാട്ടുകളോട് വലിയ. ശരിക്കും യൂട്യൂബിലൊരു സർവേ നടത്തിയപ്പോഴേക്കും മലയാളി പാട്ടാസ്വാദകർ ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്തിട്ടുള്ള 1980കളിലെ പാട്ടുകളാണ്. അതിലൊക്കെ ജയൻ സാറൊക്കെ അഭിനയിച്ചപ്പോൾ അതെ, ആ ഒരു പാട്ടുകളൊക്കെ തന്നെ, അതായത് ഈ നമ്മുടെ ഗാനഗന്ധർവന്റെ യുവത്വത്തിന്റെ പാരമ്യതയിൽ നിൽക്കുന്ന സമയത്തുള്ള പാട്ടുകൾ ഇപ്പോഴും കാലാതിവർത്തിയായിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമുക്കൊരു ശരത്കാല സന്ധ്യ കേട്ടാലോ അല്ലേ? ശരത്കാല സന്ധ്യ കുളിർത്തൂകി നിന്നു, മലർക്കാവിലെങ്ങോ കുയിൽ പാടി വന്നു. കളിയായി ഞാൻ ചിരിയായി ഞാൻ പറഞ്ഞാലും അത് നീ പാലപ്പൂഞ്ചോട്ടിൽ ജലദേവതെ അറിയാതെ നീ അറിഞ്ഞില്ലേ അതിനാൽ ഞാനൊന്നു വന്നു. ശരത്കാല സന്ധ്യ കുളിർത്തൂകി നിന്നു, മലർക്കാവിലെങ്ങോ കുയിൽ പാടി വന്നു. യേശുദാസിന്റെ ഒരു ബേസിലൊക്കെ ഉള്ളൊരു ശങ്കർ സാറിന്റെ ആ ഒരു സമയമാണ് ശരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ 60കളിലൊക്കെ എത്തി നിൽക്കുന്ന ആൾക്കാരുടെ കൗമാര യൗവനം ആ മനസ്സിലേക്കൊക്കെ അവർ ഈ പാട്ടിലൂടെ സഞ്ചരിക്കുന്നു എന്നുള്ളത്. ഇല്ല, അവർ മാത്രമല്ല, ഇപ്പോഴത്തെ തലമുറയും ഈ പാട്ടുകളുടെ പിറകെയാണ്. കൂടുതൽ ഞാനും പോകുന്ന വേദികളിലൊക്കെ എല്ലാവരും പാടുന്നതും കേൾക്കുന്നതും ഈ ടൈപ്പ് പാട്ടുകൾ തന്നെയാണ്. പുതിയ പാട്ടുകൾ വന്ന് അത് അങ്ങ് പോവാണ്, പിന്നെ നമുക്ക് ഓർമ്മ പോലും ഇല്ല. ഒരു മാസം അതിൽ കൂടുതൽ നിൽക്കത്തില്ല. ശരിക്കും നമുക്ക് ഈ മൊഴിമാറ്റ ചിത്രങ്ങൾ വന്നതോടുകൂടി നമ്മൾ സ്വാഭാവികമായിട്ടും ഈ ഗാനമേളകളിലൊക്കെ തന്നെ മലയാളം, തമിഴ്, ഹിന്ദി എന്നായിരുന്നു എന്നുള്ളത്. അതിനപ്പുറത്തേക്ക് തെലുങ്ക് പാട്ടുകളും കന്നഡ പാട്ടുകളും ഒക്കെ തന്നെ ഇപ്പോൾ സജീവമാണെന്ന് കേട്ടിട്ടുണ്ട്. ശരിയാണോ? അതെ, തെലുങ്കിലൊക്കെ കുറച്ച് പാട്ടുകൾ, കന്നഡയിലെ പാട്ടൊക്കെ ഇപ്പോൾ ഹിറ്റാണ് ഇവിടെ. അതൊക്കെ നമ്മൾ വേദിയിൽ ഞാൻ കേൾക്കാറുണ്ട്, പാടാറില്ല. കേൾക്കാറുണ്ട്. നമുക്കൊരു നല്ലൊരു ഹിന്ദി സോങ് ഇതുവരെ കേട്ടില്ല. ഹിന്ദി സോങ് കൂടെ ഒരു ഭാഷയുടെ ജനാധിപത്യം ഉണ്ടാവുക അല്ലേ? അതെ. റാഫി സാബിൻ്റെ ഒരു പാട്ടുണ്ട്. റാഫി സാബിന് ഒരിക്കൽ മാത്രം ദേശീയ അവാർഡ് കിട്ടിയിട്ടുള്ളൂ. ആ ഒരു പാട്ടാണ് പാടുന്നത്, ക്യാ ഹുവാ എന്നുള്ളത്. ക്യാ ഹുവാ തേരാ വാദാ ഓ കസം ओ इरादा भूलेगा दिल जिस दिन ओ दिन जिंदगी का आखिरी दिन होगा क्या हुआ तेरा वादा. വളരെ കൃത്യമായിട്ടുള്ളൊരു പാട്ടാണ്. ശരിക്കും ഈ സമീർ അടിസ്ഥാനപരമായി ഗായകൻ മാത്രമാണോ അല്ലെങ്കിൽ മറ്റ് ബിസിനസ്സോ? ഞാൻ മെയിൻ എൻ്റെ ഇൻഷുറൻസ് മേഖലയിലാണ് വർക്ക് ചെയ്യുന്നത്. ഹെൽത്ത് ഇൻഷുറൻസ്. ഇപ്പോൾ അതിൽ ഈ ട്രിവാൻഡ്രത്ത് ടാർഗറ്റ് അച്ചീവ് ചെയ്ത് മലേഷ്യയിൽ പോയിട്ട് വന്നതേ ഉള്ളൂ. ഞാനാണ് ഇവിടുത്തെ അച്ചീവർ ട്രിവാൻഡ്രത്ത്. അതിൻ്റെ ഒരു സന്തോഷത്തിൽ നിൽക്കുകയാണ്. അതെ അതെ. ഇപ്പോൾ 2 ദിവസമേ ഉള്ളൂ തിരിച്ചു വന്നിട്ട്. 5 ദിവസമായിരുന്നു മലേഷ്യ. അപ്പോൾ എന്തായാലും അവിടെ ചെന്നപ്പോൾ ഇതുപോലെ ഹിന്ദിക്കാരുടെ ഹിന്ദി പാട്ടൊക്കെ പാടി അതിൻ്റെ വീഡിയോസ്. ഇപ്പോൾ നമ്മൾ ഒരുപാട് പാട്ട് പാടിയെങ്കിലും നമ്മളിപ്പോൾ തൊഴിൽ മേഖലയിലെ സന്തോഷത്തിൻ്റെ പാരമ്യയിൽ നിൽക്കുമ്പോൾ ഏത് പാട്ടാണ് ഓർമ്മ വരുന്നത്? ഇപ്പോൾ ഞാൻ ആ സമയത്ത് പാടിയ റുക്ക് ജാ, ഷാറുഖ് ഖാന്റെ റുക്ക് ജാ ഹോ ദിൽ ദീവാനി പൂछो तो मैं जरा अल लड़की हो है जादू खुशबू पास वो आए तो रुक जा हो दिल दीवानी. ശരിക്കും നമ്മൾ ഈ ഗാനമേള ട്രൂപ്പിലൊക്കെ ഗായകന്മാരെ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ കുറച്ച് ഇന്നയാൾ തമിഴ് പാട്ട് മാത്രം പാടുക, ഇന്നയാൾ ഹിന്ദി, ഇന്നയാൾ മലയാളം, അങ്ങനെ ഉണ്ടോ? അതോ നമ്മളെ എല്ലാം എനിക്ക് ഞാൻ പാട്ട് പാടുമ്പോൾ കൂടുതൽ ആളുകൾ പറഞ്ഞിട്ടുള്ളത് ഹിന്ദി, തമിഴ്, അത് കഴിഞ്ഞിട്ട് മലയാളത്തിലോട്ടുള്ളൂ. പിന്നെ ആൽബംസോ പലരും പറയുന്ന അഭിപ്രായം. അല്ല, ഹിന്ദി പാടിയപ്പോഴത്തേക്കും കുറച്ചും കൂടെ ഒരു ചടുലത വന്നു. ഇപ്പോഴും നമ്മളത് പറഞ്ഞ് ചെയ്ത സമയത്തും പുള്ളി വളരെയധികം ആക്റ്റീവായിട്ട്. അപ്പോൾ നമുക്കൊരു നല്ലൊരു ഹിന്ദി പാട്ടുകൂടെ വന്നത്. मेरा दिल भी कितना पागल है जब सामने आते हो. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പാട്ടാസ്വാദനത്തിൻ്റെ ഒരു ചരിത്രം എടുത്തു കഴിഞ്ഞാൽ പാട്ട് ആൾക്കാർ പറയുന്നതെന്ന് പറഞ്ഞാൽ മുന്നേ കാലഘട്ടത്തിൽ യുവാക്കളായിരുന്നു അന്യ ഭാഷാ പാട്ടുകൾ പഠിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ ഈ ഹിന്ദിയൊക്കെ ഏറ്റവും കൂടുതൽ കൗമാരക്കാരാണ് ഏറ്റവും കൂടുതൽ ഇതിനെ പ്രചരിപ്പിക്കുക, ഇഷ്ടപ്പെടുകയും
മുന്നോട്ട് വരികയും ചെയ്തത്. അപ്പോൾ നിങ്ങളുടെ ഈ ഗാനമേളകളിൽ വരുമ്പോൾ ഏത് തരത്തിലുള്ള ആസ്വാദകരാണുള്ളത്? കൂടുതലും എല്ലാവരും മലയാളം, തമിഴ്, കൂടുതലും കുമാർ സാറിൻ്റെ പാട്ടുകൾ, ഉദിത് നാരായണൻ്റെ പാട്ട് ഹിന്ദിയാണെങ്കിൽ, തമിഴിലാണെങ്കിൽ SP സാറിൻ്റെ പാട്ടുകൾ, മലയാളത്തിൽ യേശുദാസ് സാറ്, MG സാറിൻ്റെ ഒക്കെ പാട്ടുകളും കൂടുതൽ ആവശ്യപ്പെടാറില്ല. ജയന്റെ പാട്ടുകളൊക്കെ. ഇപ്പോൾ തന്നെ സമീർ പറഞ്ഞല്ലോ കേരളത്തിനകത്ത് ഒരുപാട് പിന്നെ പാട്ടുകൾ പാടിയിട്ടുണ്ട്. അവിടെയുള്ള കാണികളെ അല്ലെങ്കിൽ പ്രേക്ഷകരെയൊക്കെ നന്നായിട്ട് അറിയാം. ഇപ്പോൾ ഒരു തൊഴിലിൻ്റെ ഭാഗമായി പറഞ്ഞാൽ ഞാനിപ്പോൾ പറഞ്ഞ മലേഷ്യയിലാണ്, അതെ അതിന് പുറത്ത് പോയിട്ടില്ല. അതെ. അപ്പോൾ മലേഷ്യയിൽ പോയി പാട്ട് പാടിയല്ലോ. അപ്പോൾ എങ്ങനെയായിരുന്നു ആസ്വാദകരുടെ? ആസ്വാദകർ വളരെ പ്രോത്സാഹനമായിരുന്നു. അത് കൂടുതൽ അവിടെ ഹിന്ദിക്കാർ തന്നെയാണ് കംപ്ലീറ്റ്. ഇവിടെ മലയാളീസ് 8-10 പേരിനെ കുറിച്ച് തമിഴ് അവരൊക്കെ ഉണ്ട്. അവർക്ക് നല്ല പ്രോത്സാഹനമായിരുന്നു. ഓക്കെ. അപ്പോൾ എന്തായാലും ഈ ഒരു പാട്ടുകാരൻ എന്ന രീതിയിൽ സമീറിന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പാട്ടായിക്കോട്ടെ. പ്രാണസഖി 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 ഞാൻ വെറുമൊരു പാമരനാ പാട്ടുകാരൻ ഗാനലോകവീചികളിൽ വേണുവൂതുമാട്ടിടയൻ പ്രാണസഖി ഞാൻ. ശരിക്കും ഈ നിത്യഹരിത നായകൻ അതോടൊപ്പം ബാബുക്കയുടെ പാട്ടുമാണ്. ഇതിൽ തന്നെ ഈ പാമരനാം പാട്ടുകാരൻ എന്നാണ് പറയുന്നത്. എല്ലാവരെയും എല്ലാ കാമുകന്മാരെയും പാട്ടുകാരനാക്കിയ ആളാണ് ഇവർ രണ്ടുപേരും എന്നുള്ളതാണ്. അപ്പോൾ ശരിക്കും നമുക്ക് സമയബന്ധിതമായിട്ട് തീർക്കണം. അദ്ദേഹത്തിന്റെ കുടുംബവിശേഷങ്ങൾ നമ്മൾ ഇതുവരെ ചോദിച്ചില്ല. തീർച്ചയായിട്ടും. എന്താണ് കുടുംബവിശേഷങ്ങൾ? കുടുംബവിശേഷം ഭാര്യ ഹൗസ് വൈഫാണ്. പിന്നെ 3 പെൺമക്കളാണ്. മൂത്താൾ +2, രണ്ടാമത്തെ ആൾ 10ാം ക്ലാസ് പഠിക്കുന്നു, മൂന്നാമത്തെ ആൾ 5ാം ക്ലാസ്. ഈ പാട്ടിന്റെ മേഖലയിലേക്ക് വന്നിട്ടുണ്ടോ? 3 മക്കളും പാടുന്നുണ്ട്. ടാലന്റാണ്. സ്കൂളിലൊക്കെ ഫസ്റ്റ് തന്നെയാണ് മത്സരങ്ങളിലൊക്കെ. എന്തായാലും വളരെ സന്തോഷകരമായിട്ടുള്ളൊരു സമയമാണ്. ഒരുപാട് പാട്ടുകൾ ശുഭദിനത്തിൻ്റെ ഈ ഫ്ലവറിലൂടെ നമുക്ക് കേൾക്കാൻ പറ്റി. അതേപോലെ അങ്ങേക്ക് തൊഴിൽ മേഖലയിലും ഈ സംഗീത ലോകത്തും ഒരുപാട് ഉയരങ്ങളിലെത്തട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നന്ദി.